പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ചു എന്നുള്ളൊരു ന്യൂസ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പം കാണുന്നത്. ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്. ദയവേത് നിങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ന്യൂസ് നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ ഞാനിപ്പോൾ വന്നത് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, പകരം നമ്മുടെ ന്യൂസ് ചാനൽസ് ചെയ്യുന്ന തെണ്ടിത്തരത്തിനെ കുറിച്ച് സംസാരിക്കാനാണ്. കുറച്ചെങ്കിലും ബോധമുണ്ടോ നിങ്ങൾക്കൊക്കെ? എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്? ചാനൽ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇമ്മാതിരി തെണ്ടിത്തരം നിങ്ങൾ കാണിക്കരുത്. അവിടെ നടക്കാത്ത പല കാര്യങ്ങളുമാണ് നിങ്ങൾ ന്യൂസ് വഴി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചെങ്കിലും ബോധമുണ്ടോ? നിങ്ങൾ ഈ വിളിച്ചു പറയുന്ന സമയത്ത് പ്രവാസികളുടെ ഫാമിലീസ് അനുഭവിക്കുന്ന ടെൻഷൻ, പേടി, ഭയം, ഇതിനെക്കുറിച്ചൊക്കെ വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതില്ലാണ്ട് ഇമ്മാതിരി തെണ്ടിത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പറ്റുന്നു? ചാനൽ റേറ്റിംഗ് വേണം എന്നും പറഞ്ഞ് ഇതുപോലുള്ള സിറ്റുവേഷൻസ് യൂട്ടിലൈസ് ചെയ്തിട്ട് മറ്റേടത്തെ പരിപാടി കാണിക്കരുത്. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കോപ്പും ഉണ്ടാകത്തില്ല. പക്ഷേ ഈ പ്രവാസികൾ എന്ന് പറയുന്ന ആൾക്കാരുടെ ഫാമിലീസ് ഉണ്ടല്ലോ, അവരുടെ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധം വിവരം വെക്കും. ചില ചാനലുകളിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന ചില പെണ്ണുമ്പിള്ളമാരുണ്ട്. സംസാരിക്കുന്ന രീതി കണ്ടാൽ തോന്നും ഇവരെന്തോ റിസൾട്ട് പറയുമായിരുന്നെന്ന്. ഈ വോട്ടിങ്ങിൻ്റെ റിസൾട്ട് പറയത്തില്ലേ, അമ്മാതിരിയാണ് ഇവർ വിളിച്ചു കൂവുന്നത്. ഇത്ര ആവേശം കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിരിക്കുന്നോ എന്തോ അതിൽ. സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും വേണം അവിടെ, അപ്പം അതിൻ്റെ പെയിൻ എന്താണെന്ന് തള്ളയ്ക്ക് മനസ്സിലാവും. അതുവരെ നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാകത്തില്ല. പൂർണ്ണമായിട്ട് ഒഴിപ്പിച്ചു എന്നുള്ളൊരു ന്യൂസ് ആണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പം കാണുന്നത്. ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്. ദയവേത് നിങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ന്യൂസ് നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കേണ്ട ഒരു സമയമല്ല ഇത്. ഒട്ടനവധി പ്രവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ് അല്ലെങ്കിൽ UAE. ഇവിടെ എന്തെങ്കിലും ഒരു ന്യൂസ് ചെറുങ്ങനെ കാണുന്ന സമയത്ത് നാട്ടിലുള്ള ആൾക്കാർക്ക് അവിടെ നല്ല രീതിയിൽ കഴിയാൻ പറ്റില്ല. എല്ലാവരും പാനിക് ആവും. ആളുകളെ പാനിക് ആക്കരുത്. UAEയുടെ നാഷണൽ ന്യൂസ് ചാനൽ ആയിട്ടുള്ള വാം പോലെയുള്ള ചാനൽസിൽ വരുന്ന വാർത്തകൾ നിങ്ങൾക്ക് മലയാളികൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അല്ലാതെ കുക്ഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാക്കരുത്. ആളുകൾ പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ദുബായ് സംബന്ധിച്ചിടത്തോളം ആകെ എയർപോർട്ടിൽ മാത്രമാണ് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുള്ളത്. വേറെ ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ നമുക്ക് പോവാനോ വരാനോ ഒരു കുഴപ്പങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രോപ്പർ ആയിട്ടുള്ള ന്യൂസ് കൊടുക്കുക. ആളുകളെ പാനിക് ആക്കരുത്. ഇതൊക്കെ ആരോട് പറയാൻ? അവർക്ക് ചാനൽ റേറ്റിംഗ് വേണം, വ്യൂസ് വേണം, പൈസ ഉണ്ടാക്കണം. അതിനിപ്പോൾ ആ മനുഷ്യന്മാരുടെ ഫീലിങ്സോ അല്ലെങ്കിൽ നാട്ടിൽ ഇരിക്കുന്ന ആൾക്കാരുടെ വേദനയോ ഒന്നും അറിയണ്ട. അവർക്ക് എവിടെയാണോ നേട്ടം കിട്ടുന്നത് അത് മാത്രമേ അവർ ന്യൂസായിട്ട് കൊടുക്കത്തുള്ളൂ. വേറെ ഒന്നും അവർ കൊടുക്കത്തില്ല. ഇതിലൂടെ അല്ലേ എന്ത് സന്തോഷമാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഫാമിലീസിനോടാണ് ഈ ന്യൂസുകാര് ഓൽക്ക് റേറ്റിംഗ് കൂട്ടാനും വേണ്ടിയിട്ട് പലതും മസാല കൂട്ടി പറയും. ഞാൻ ഇപ്പൊ ഖത്തറിലാണ്, അമേരിക്കൻ ബേസിന്റെ അടുത്താണ്. കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി വെറുതെ ഓലില്ലാത്തതും അതും ഉള്ളതൊക്കെ മസാല കൂട്ടി പറയും. ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ജനങ്ങളെ ഉപദ്രവിക്കേണ്ട യാതൊരു ഉദ്ദേശവും ഈ ഇവൽക്കില്ല. അപ്പൊ അത് മനസ്സിലാക്കാം. ഇത് ഈ അമേരിക്കൻ ബേസിക്കാണ് ഇടുകയാണെങ്കിൽ ഓല് ഇടുള്ളൂ. അപ്പോൾ ആരും അതിനോട് ടെൻഷൻ അടിക്കണ്ട. ന്യൂസുകാർ കിട്ടിയ ഗ്യാപ്പിൽ ഗോൾ അടിക്കണം. ഓക്കെ, ഇവിടെയുള്ള ആൾക്കാരെ പാനിക്കാക്കിയിട്ട് ഈ ന്യൂസ് ചാനൽസിന് എന്ത് കിട്ടാനാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇവർ ഫേക്കായിട്ടുള്ള ഒരു ന്യൂസ് കൊടുക്കും. ആ ന്യൂസ് കൊടുത്ത് അത് കണ്ടു കഴിയുമ്പം അതിനുള്ള അപ്ഡേറ്റ് ഉണ്ടല്ലോ, അതിനുശേഷം എന്ത് സംഭവിച്ചു, എന്താണോ നടക്കുന്നത്, അതറിയാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അവരുടെ ചാനൽ ഇവർ കാണും. ആ വഴി ഇവർക്ക് റേറ്റിംഗ് കൂടും, വ്യൂസ് കൂടും, അത്യാവശ്യം യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നല്ല കാശ് കിട്ടും. ഇതാണ് ലക്ഷ്യം. ഇത് മാത്രമേ ഉള്ളൂ. അവിടെ യുദ്ധം നടക്കുന്നു എന്നുള്ളത് സമ്മതിച്ചു. പക്ഷേ അവിടെയുള്ള ജനങ്ങളെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നില്ല. അവർ നോക്കുന്നത് US ബേസൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റണം എന്നുള്ള രീതിയിൽ അവർ ശ്രമിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ന്യൂസ് ചാനൽസ് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരെ കൊല്ലും. മരിച്ചില്ലെങ്കിൽ ഇവർ കൊല്ലും. ഇതാണ് ഇവർ ചെയ്യുന്നത്. റേറ്റിങ്ങിന് വേണ്ടിയിട്ട് തെണ്ടിത്തരം കാണിക്കരുത് പ്ലീസ്. ബാക്കിയുള്ള ആൾക്കാരുടെ സമാധാനം കളഞ്ഞിട്ട് നിങ്ങൾ ഈ റേറ്റിംഗ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാരുടെ ശാപം ഉണ്ടല്ലോ, ഇതൊക്കെ ഫേക്ക് ആണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്, അതും കൂടെ വാങ്ങിച്ച് തലയിൽ വെക്കരുത്. ഈ റേറ്റിങ്ങിൻ്റെ പറകെ പോകുമ്പോൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം. സ്വന്തം ഫാമിലി ആ സ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഇരുന്ന് മറ്റേ റഫറി പറയാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. ഫുട്ബോളിനൊക്കെ കമൻസ് പറയത്തില്ലല്ലോ, അതുപോലെയാണ് നിങ്ങൾ ന്യൂസ് ചാനൽ വായിക്കുന്നത്. കഷ്ടമായി നിന്നൊക്കെ, വേറൊന്നും പറയാനില്ല.